ശശി തരൂർ എന്തു ഭാവിച്ചാണ്? ഒരു വിലക്കും വിവാദവും ഒക്കെ കഴിഞ്ഞു. വീണ്ടും ശശി തരൂർ സത്യമാണ് പറഞ്ഞത്. രാജ്യാന്തര തലത്തിൽ നരേന്ദ്രമോദിക്കുള്ള ഒരു സ്വാധീനം ഒരേ സമയം അടുപ്പിച്ചടുപ്പിച്ച് ദിവസങ്ങളിൽ സെലൻസ്കിയെയും പുടിനെയും ആലിംഗനം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അത് നരേന്ദ്രമോദി എന്ന ലോക നേതാവിൻ്റെ സ്വീകാര്യത വിളിച്ചോതുകയാണ് എന്ന് വീണ്ടും തരൂർ പറയുന്നു. സത്യമാണ്, പക്ഷേ സത്യം പറഞ്ഞാൽ കുഴപ്പമാവുന്ന കാലമാണ്. അതെ, രാഷ്ട്രീയക്കാരൻ ഇത്രയും സത്യം പറയാമോ എന്ന് ശശി തരൂരിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സാമ്പ്രദായിക രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന രീതിയും അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തും രാഷ്ട്രീയ വീക്ഷണങ്ങളും സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യത കുറഞ്ഞ ഒരാളായിട്ടാണ് നമ്മൾ ഖദറിട്ടും ജാഥ വിളിച്ചും പോസ്റ്റർ ഇട്ടിച്ചൊന്നും തരൂർ ശീലിച്ചിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നയങ്ങളെയും നിശിതമായി വിമർശിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അതിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ ഇത്രയും രൂക്ഷമായി ആക്രമിച്ച് പ്രബന്ധം തയ്യാറാക്കിയ മറ്റൊരു നേതാവ് ഇപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഉണ്ട്. അത് ഏത് കാലഘട്ടത്തിൽ? അത് അദ്ദേഹം UN-ലെ ദൗത്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും വിമർശകനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു അഫിനിറ്റി ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടായിരുന്നു. അത് CPM അല്ല, CPI. പിന്നെ അങ്ങനെ കോൺഗ്രസിൽ വന്ന് വിട്ടു. അതാണ് അതിനകത്ത് രസം. ഇദ്ദേഹം പിന്നെ കോഫി അണ്ണൻ്റെ ഡെപ്യൂട്ടി ആയിരിക്കുകയായിരുന്നല്ലോ, UN ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അണ്ണൻ്റെ. അതെ, അനന്തരഗാമിയായിട്ട് സെക്രട്ടറി ജനറൽ ആകാൻ സ്ഥാനാർത്ഥിത്വം അഭിലഷിച്ചത്. അതിന് ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം തേടിയിരുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ വൈറ്റ് ഹൗസിൽ ശശി തരൂരിന് വേണ്ടി അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കും, വൈറ്റ് ഹൗസിൽ സ്വാധീനിച്ചിട്ട്. അതിനുവേണ്ടി അദ്ദേഹം ഡൽഹിയിൽ ലോബി ചെയ്തിരുന്നു, സ്വാധീനിച്ചിരുന്നു PMOയിൽ. പക്ഷേ PMOയിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞുകൂടാ, അത് ഫലവത്തായില്ല, നടന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്ക ശശി തരൂരിൻ്റെ കാൻഡിഡേച്ചർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ജയിക്കില്ല എന്ന് ഉറപ്പാക്കി അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഒരുപക്ഷെ ഈ നെഹ്റുവിനും ഇന്ദിരയ്ക്കുമെതിരെയുള്ള ശശി തരൂരിൻ്റെ ഈ നിലപാടുകൾ കൊണ്ടായിരിക്കുമോ കോൺഗ്രസ് അന്ന് കോൺഗ്രസ് സർക്കാർ അതുകൊണ്ട് മാത്രമല്ല, അന്നത്തെ അമേരിക്ക ഇന്ത്യ പോളിസി ഇന്ത്യക്ക് അങ്ങനെ വൈറ്റ് ഹൗസിൽ ഒരു സ്വാധീനം ചെലുത്തിയാൽ വിജയിക്കത്തില്ലെന്നറിയാം. പക്ഷേ മൻമോഹൻ സിംഗിന് അമേരിക്കയിലുള്ള വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും നടക്കുന്നെങ്കിലാകട്ടെന്നാണ് ശശി തരൂർ പ്രതീക്ഷിച്ചത്. കാരണം ഇന്ത്യൻ പോളിസിയും ഇന്ത്യൻ അന്നത്തെ പൊളിറ്റിക്കൽ പവറുമായിട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് ഇന്നുള്ളതുപോലുള്ളൊരു ബന്ധമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്വാധീനം ശശി പ്രതീക്ഷിച്ചത് മൻമോഹൻ സിംഗ് ഹാർവാർഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പോളിസിയൊക്കെ ഒബാമയൊക്കെ പിന്നീട് പൊരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്വാധീനമായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചത്, നടന്നതില്ല. തിരിച്ച് ഡൽഹിയിലെത്തിയ ശശി തരൂർ ഒരു കാരണവശാലും കോൺഗ്രസ് ചേരാനല്ല അഭിലഷിച്ചത്. അദ്ദേഹം എങ്ങനെയെങ്കിലും ഒരു ഇടതുപക്ഷ MP ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പാർലമെൻറ്റിലെത്താമോ എന്ന അന്വേഷണവുമായി അദ്ദേഹം ആദ്യം കണ്ടത് തനിക്ക് നേരത്തെ തന്നെ മുൻപരിചയവും ചെറിയൊരു ബന്ധവുമുള്ള പാലക്കാട്ടുകാരനായ പ്രകാശ് കാരാട്ടിനെയാണ്. പ്രകാശ് കാരാട്ടിനോട് തൻ്റെ അഭിലാഷം ശശി തരൂർ വെളിപ്പെടുത്തി. അപ്പോൾ പ്രകാശ് കാരാട്ട് ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാവും അദ്ദേഹം. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ശശി തരൂരിനെ പോലെ ഒരാളെ ഞങ്ങൾ ഈ വിചാരിച്ചാൽ ഒരുപക്ഷെ പാർലമെൻറ്റിൽ എത്തിച്ചെന്ന് വരാം എന്ന്. പക്ഷെ അത് കൊണ്ട് എന്ത് പ്രയോജനം? ആ കാര്യം കൃത്യമായി അദ്ദേഹം ധരിപ്പിച്ചു. അന്ന് UPA ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നു CPM. അങ്ങനെ സോണിയാഗാന്ധിയുമായിട്ട് നല്ല അടുപ്പമാണ്. സോണിയാഗാന്ധിക്ക് ശശി തരൂരിന് അപ്പോയിൻമെൻറ്റ് വാങ്ങി കൊടുക്കുന്നത് പ്രകാശ് കാരാട്ടാണ്. ആ അപ്പോയിൻമെൻറ്റ് കാരാട്ടാണ് സോണിയാഗാന്ധിയെ തരൂരിനെ ബന്ധിപ്പിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിലൂടെ ആ ഓപ്പറേഷൻ വിജയിക്കുകയും അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാരനായി ഒരു ഷാളും കൂടെ ഇട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അന്നു മുതലാണ് അദ്ദേഹം ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തോട് അടുപ്പം പുലർത്തണം. CPM സ്പോൺസേർഡാണ്. തീർച്ചയായും പ്രകാശ് കാരാട്ടിൻ്റെ വ്യക്തിബന്ധത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നത്. പ്രകാശ് കാരാട്ട് അഡ്വൈസ് ചെയ്തു
CPIയുടെ സീറ്റാണ് നിങ്ങൾ ചോദിക്കുന്നത്, തിരുവനന്തപുരം സീറ്റ് നമുക്ക് തരാൻ പറ്റില്ല. അത് അവർ മത്സരിക്കണം. അവിടുത്തെ മുന്നണി ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദീർഘകാലമായി അവർ മത്സരിക്കുന്നതാണ്. ഒരുപക്ഷേ ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് CPI സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരാം. നിങ്ങൾ ജയിച്ചു വന്ന് പാർലമെൻറ്റിൽ ഇരുന്നിട്ട് എന്ത് ഫലം? നിങ്ങൾക്ക് ഗുണമില്ല, CPIക്കും ഗുണമില്ല. ഒരു ഗുണമില്ല. നിങ്ങൾ പാർലമെൻറ്റിലെ ഒരു സാധാ MP അവിടെ ഇരിക്കും. കോൺഗ്രസിലോട്ട് പോയാൽ കോൺഗ്രസിലോട്ട് പോവുക. ഇപ്പോൾ ഇന്ന് കോൺഗ്രസിനാണെങ്കിൽ പലതരത്തിലും ഒരുപാട് സാധ്യതകളുള്ള പാർട്ടിയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ പോവുകയാണ്, നിങ്ങൾക്ക് വിദേശകാര്യ മന്ത്രിയാകാനുള്ള മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങളുടെ കഴിവ് അവരെ ബോധ്യപ്പെടുത്തിയാൽ അത് ഭാവിക്ക് ഗുണം ചെയ്യും. ഈ ഉപദേശമാണ് ശശി തരൂരിന് അതൊരു വെളിച്ചമായി തോന്നിയത്. അദ്ദേഹം നേരെ സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തു, കാണുന്നു, അത് വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നടന്നു. പക്ഷേ കേരളത്തിൽ വന്നിറങ്ങുമ്പോൾ കേരളത്തിൽ മറ്റ് കർണാടകത്തിലെ കോൺഗ്രസ് അല്ല, കേരളത്തിലെ ഇവിടെ ഗടാഗടിയന്മാരിങ്ങനെ നിൽക്കുകയാണ്. PS ശിവകുമാർ ഒന്നൊന്നിനെ തിന്നുന്ന ടീമാണ്. അതെ, G കാർത്തികേയൻ, പാലോട് രവി, തമ്പാനൂർ രവി, ഇങ്ങനെ തുടങ്ങിയ ഗജഗില്ലികളായ കോൺഗ്രസ്സുകാർ പയറ്റുന്ന തിരുവനന്തപുരത്താണ് ശശി തരൂർ വിനീത വിധേയനെ പോലെ വരുന്നത്. അദ്ദേഹം വന്നിട്ട് എറണാകുളത്ത് വന്ന് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തത് പോലുമില്ല. ഞാൻ നേരിട്ട് കാണുന്നതാണ്. അന്ന് അന്തരിച്ച ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഈ തുക്കിടി സാഹിബിനെ ഞങ്ങളങ്ങ് തലയെ കൊണ്ട് കയറ്റാൻ പോവില്ലേ, അതങ്ങ് തമ്പാനൂരുടെ കാല് ഞാൻ തെറ്റി ഓടിക്കുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കമൻറ്റ് കേട്ടുകൊണ്ട് ഇതായിരുന്നു കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ ശശി തരൂരിനുള്ള ആദ്യ സമീപനം. എന്നിട്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് കാൻഡിഡേറ്റായി. കാരണം സോണിയാഗാന്ധി അവിടെ മത്സരിച്ചാൽ അയാൾ തോക്കും എന്ന് അദ്ദേഹത്തിനായിരുന്നു ആദ്യം അറിയാവുന്നത്. അദ്ദേഹം എങ്ങനെ ജയിച്ചു? 1,00,000-ന് 1 വോട്ടിൻ്റെ കുറവോ 2 വോട്ടിൻ്റെ കുറവ്. 1,00,000-ൽ പരം വോട്ട് കിട്ടി ജയിക്കാൻ തക്ക കോൺഗ്രസ് പിൻബലമില്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം അന്ന് ജയിച്ചു. CPM സഹായിച്ചു. തീർച്ചയായും CPM സഹായിക്കാൻ ഇടയായത്, അതിന് മീഡിയേറ്റ് വഹിച്ചത് ആളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരു പ്രമുഖ ഹോട്ടൽ വ്യവസായിയായിരുന്നു. കണ്ണൂർക്കാരനായ ഒരു ഹോട്ടൽ വ്യവസായി. മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്ത് ശശി തരൂരിന് ആദ്യം മത്സരിച്ച സമയത്ത് CPM-ൻ്റെ വോട്ട് നേമം, പാറശാല തുടങ്ങിയ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് ഇപ്പോൾ പാർട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ? പറയട്ടെ. വെല്ലുവിളിയാണ്. അതെ, അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്. ആദ്യം ജയിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ അമ്പരന്ന് പോയി. എങ്ങനെ ജയിച്ചു എന്നല്ലേ? ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് അയാൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി അയാൾ പിന്നെ എതിർത്തിട്ടെന്ത കാര്യം? അതുകൊണ്ട് അവർ പിറ്റേ തവണ സർവാത്മന പിന്തുണച്ച്. അപ്പോഴേക്ക് ശശി മലയാളമൊക്കെ പഠിച്ച് ടെക്നോ പാർക്കിൽ ഒരു ലാംഗ്വേജ് സ്കൂളൊക്കെ തുടങ്ങി, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ. അങ്ങനെ കുറച്ച് ജനകീയനായി തിരുവനന്തപുരം മണ്ഡലത്തിൽ. അങ്ങനെ എത്തി കോൺഗ്രസ്സുകാരെല്ലാം പിന്തുണച്ച് അധ്വാനിച്ചിട്ടും അദ്ദേഹത്തിന് 15,000 കുറഞ്ഞു. 1,00,000-നടുത്ത് കിട്ടിയ ഭൂരിപക്ഷം രാജഗോപാലുമായി രണ്ടാമത് മത്സരിച്ചപ്പോൾ 15,000 കോൺഗ്രസ്സുകാരെല്ലാം പിന്തുണച്ച. അപ്പോഴതാണ് അദ്ദേഹത്തിനുള്ള അവിടുത്തെ ഭൂരിപക്ഷം, കോൺഗ്രസ്സുകാരുടെ വോട്ട്. അതാണ് 15,000 വോട്ടാണ് യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിൻ. അത് അദ്ദേഹത്തിൻ്റെ സൽപ്പേര്. അവിടുത്തെ അർബൻ കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ട് നിഷ്പക്ഷ വോട്ടുകൾ. പക്ഷേ ഈ കളിയിൽ എന്നും രക്തസാക്ഷിയായത് പാവം CPI ആണ്. ഓരോ തവണയും CPI മാറി മാറി ആളുകൾ മത്സരിക്കുക. PK വാസുദേവൻ നായരും രവീന്ദ്രനും ഒക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. മത്സരിച്ച് ജയിച്ചിട്ടുള്ള സീറ്റാണ്. PKV അകാലത്തിൽ അന്തരിച്ചപ്പോഴാണല്ലോ പിന്നെ പന്നിയൻ രവീന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ജയിച്ചത്. കരുണാകരൻ അന്ന് പന്നിയൻ രവീന്ദ്രന് ലഡു കൊടുത്ത ചിത്രം ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു CPIക്ക് വേണ്ടി വന്നാൽ ജയിക്കാവുന്ന ഒരു സീറ്റാണത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് രണ്ടാമത്തെ തവണ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം വെറും 15,000 കുറഞ്ഞു. തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു.
അടുത്ത തവണ അദ്ദേഹം കരുതി, അത് മനസ്സിൽ വെച്ചുകൊണ്ട് കരുതി വീണ്ടും 1 ലക്ഷത്തിലേക്ക് എത്തി. ഈ പ്രാവശ്യം വീണ്ടും 15,000. ഇപ്പം 4ാമത്തെ തവണ അദ്ദേഹം വല്ലാതെ വെള്ളം കുടിച്ചു അല്ലേ രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള മത്സരം. ശശിധരനോട് ഒരു പറ്റുന്ന ഒരു സ്റ്റേച്ചറുള്ള ഒരാളാണ്, ഒരു സ്റ്റേക്കുള്ള ഒരാൾ വന്നു എന്നൊരു ഫീല് വന്നു. അതിൽ നിന്ന് ശശി തരൂരിന് മാക്സിമം അവിടെ ജയിക്കാവുന്നത് ഒരു വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഒരു 8,000 വോട്ട് ഇപ്പുറത്തേക്ക് മറിച്ചാൽ അദ്ദേഹം തോറ്റുപോകും. അല്ല, ഞാൻ ഈ അടുത്തിടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ പങ്കെടുത്തു. ആരുടെ യോഗമെന്ന് പറയുന്നില്ല. ആ യോഗത്തിൽ പങ്കെടുത്ത ചില ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ ചില ആളുകളുണ്ടായിരുന്നു. അവരിങ്ങനെ ഇടയ്ക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് ഉറപ്പുള്ള 10,000-ൽ പരം വോട്ടുകൾ ചില സ്ഥലങ്ങളിൽ പോൾ ചെയ്യാതെ പോയി. കാരണം ഉറപ്പായിട്ടും ജയിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന് കരുതിയിട്ട് അമിത ആത്മവിശ്വാസം വന്ന് കുറേ പ്രായം ചെന്ന ആളുകൾ, വയ്യാത്ത ആളുകൾ ഇവരുടെ ഒന്നും വോട്ടുകൾ സാധാരണ എടുത്തുകൊണ്ട് പോയി ചെയ്യിക്കുന്നതാണ്. ചെയ്യിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല, ജയിക്കും എന്നൊരു തോന്നൽ വന്നു. മാത്രമല്ല, അന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തല്ലോ, ഏഷ്യാനെറ്റിൻ്റെ പൊളിറ്റിക്സ്. അത് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് വലിയ ദോഷം ചെയ്തു. എനിക്കറിയാം, LDF സ്ഥാനാർത്ഥി വ്യാപകമായി, LDFും UDFും LDF സ്ഥാനാർത്ഥി UDF അല്ല, LDF സ്ഥാനാർത്ഥി വ്യാപകമായി അതിൻ്റെ ക്ലിപ്പിംഗ്സ് പ്രചരിപ്പിച്ചു. അത് ശശി തരൂരിന് ഗുണം ചെയ്തു. അപ്പോൾ അതാണ് ശശി തരൂരിൻ്റെ പൊളിറ്റിക്സ്. ഏതായാലും പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ പൊളിറ്റിക്സിലൂടെ ശശി തരൂർ പൊളിറ്റിക്കലി എമർജ് ചെയ്തു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ തിരുവനന്തപുരത്തെ സാധ്യതകൾ പാടയില്ലാതായി. ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, തീരെ പറ്റില്ല. കാരണം ഇനി അടുത്ത തവണ ജയിക്കുന്നത് BJP ആയിരിക്കും. അല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. അതെ, തിരുവനന്തപുരം മണ്ഡലത്തിൽ അവിടുത്തെ CPMന് ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം ഇല്ലാതാക്കിയത് CPM തന്നെയാണ്. അതെ. അതിൻ്റെ പിന്നിൽ പ്രകാശ് കാരാട്ടും ഉണ്ടെന്ന് പറയാം. പ്രകാശ് കാരാട്ടും പിണറായി വിജയനും പിന്നെ ഹോട്ടലുകാരൻ ആരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ്. അപ്പോൾ ശശി തരൂരിൻ്റെയും സുഹൃത്താണ് ആ ഹോട്ടൽ വ്യവസ്ഥ. അതെ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇനി ശശി തരൂർ എന്ത് ചെയ്യും? ഇനി ശശി തരൂരിന് ചെയ്യാൻ, അദ്ദേഹം ഇപ്പോൾ ഒരു ക്രോസ് റോഡിലാണ്. നമ്മൾ പെരുവഴിയിലെന്ന് പറഞ്ഞൂടെ, സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി നേതൃത്വം പച്ച തൊടില്ലെന്ന് അറിയുവാനുള്ള വിവേകമൊക്കെ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയ ശശി തരൂരിനറിയാം. വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം എഴുതിയാണ്. വൈ ഐ ആം എ കോൺഗ്രസ്, വൈ ഐ ആം നോട്ട് എ കോൺഗ്രസ് എന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റും. ആ ഒരു എഡ്ജിലാണ് ഇപ്പോൾ ശശി തരൂർ നിൽക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രകാശ് കാരാട്ട് ആണല്ലോ അദ്ദേഹത്തെ മാമോദിസ മുക്കിയെടുത്തത്. അപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ ഒരു ട്രോജൻ അല്ലെങ്കിൽ ഒരു സ്പോൺസേഡ് എലമെൻ്റ് ആണല്ലോ. CPMലേക്ക് പോയിക്കൂടെ? CPMലേക്ക് പോയിട്ട് എന്താ കാര്യം? തിരുവനന്തപുരത്ത് ജയിക്കില്ല. കേരള മുഖ്യമന്ത്രിയാകാൻ CPM അനുവദിക്കൂ? ഇല്ല, അതുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ശശി തരൂർ അത്ര ഒരു സാഹസം കാണിക്കുന്നത്? അപ്പോൾ ശശി തരൂർ പോകുന്നത് എങ്ങോട്ടാണെന്ന് ക്ലിയർ ആയല്ലോ. അതേ ഉള്ളൂ. ശശി തരൂർ ഈ നാൽക്കവലയിൽ നിന്നാൽ നോക്കിയാൽ ഒരു കൊടിയേ കാണാൻ പറ്റുന്നുള്ളൂ. അത് ചുവപ്പ് കൊടിയല്ല, ത്രിവർണ്ണ കൊടി തീരെയല്ല, പിന്നെ ഏത് കൊടി? അപ്പോൾ ശകുന്തളയെ അത് എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.